മലയാള സിനിമയും 100 കോടിയും. ഒരു കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് 100 കോടി ക്ലബ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് സിനിമകൾ 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. വലിയ വലിയ സ്റ്റാർസിൻ്റെ സിനിമകളും ഇന്ന് വന്ന പുതുമുഖങ്ങളുടെ സിനിമകളായിക്കോട്ടെ, ഒരുപാട് സിനിമകൾ ഇന്ന് 100 കോടി ക്ലബ്ബിൽ കയറുന്നു. 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ആസ് എൻ ഇൻഡസ്ട്രി, ഒരു മലയാളം ഒരു ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത്, അതിൻ്റെ ബിസിനസ് വളരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത്, ഇങ്ങനെ ബിസിനസ് വളരുന്നതിനോടൊപ്പം നമ്മുടെ സിനിമകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? ആദ്യം നമുക്ക് ഈ പറയുന്ന ഏതൊക്കെയാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബിൽ കയറിയ സിനിമകൾ. ആദ്യം പറയേണ്ടത് പുലിമുരുകൻ തന്നെയാണ്. ആ ഒരു സിനിമയാണ് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയ ഇൻഡസ്ട്രി കമ്പാരിറ്റീവ്ലി മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ ബിസിനസ് വളരെ കുറവുള്ള ഒരു ചെറിയ ഇൻഡസ്ട്രി, അവിടെ ഈ പറയുന്ന 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് സാധ്യമാണ് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ആദ്യം നേടിയെടുക്കുന്നത് പുലിമുരുകൻ എന്ന് പറയുന്ന ലാലേട്ടൻ വൈശാഖ് ചിത്രമാണ്. അതിനുശേഷം കുറച്ച് നാൾ അങ്ങനെ വലിയ വലിയ സിനിമകളുണ്ടായാൽ പോലും അങ്ങനെ 100 കോടി ക്ലബ്ബ് പിന്നീട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ലൂസിഫർ വരുന്നു, മഞ്ഞുമൽ ബോയ്സ് വരുന്നു, ആവേശം വരുന്നു, പ്രേമലു വരുന്നു, ആടുജീവിതം വരുന്നു, ലോക വരുന്നു, ARM വരുന്നു, പിന്നീട് ലാസ്റ്റ് ഇപ്പോൾ വാഴ 2 അത് എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചില സിനിമകൾ വലിയ വലിയ സ്റ്റാർസ് ഉണ്ട്, ചില സിനിമകളിൽ നമ്മുടെ പുതുമുഖ നായകന്മാർ ഉണ്ട്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സായിട്ടുള്ളവർ, റീസെൻ്റ്ലി വന്നവരുടെ സിനിമകളുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ഒരു സിനിമയിലേക്ക് വരുന്നു, അവരുടെ ഫസ്റ്റ് സിനിമ തന്നെ ഫാസ്റ്റസ്റ്റ് 100 കോടി ക്ലബ്ബിൽ കയറുന്നു. വാഴ 2 എന്ന് പറയുന്ന സിനിമ, ഹാഷിറാൻ ടീം അവർക്കൊരു വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഇതുപോലുള്ളൊരു 100 കോടി ക്ലബ്ബ് അല്ലെങ്കിൽ 200 കോടി ക്ലബ്ബ്. മറ്റ് ഇൻഡസ്ട്രികൾക്ക് വളരെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന കളക്ഷനാണ് എന്ന് പറയാം. ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എന്നാൽ പോലും 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ആസ് എൻ ഇൻഡസ്ട്രി. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഏതെങ്കിലും ചാനൽ, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫസ്റ്റോ വരുന്നു. അപ്പോൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണ് പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓഡിയൻസ് പറയുകയാണ് നല്ല പടമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ഡീറ്റെയിൽഡൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ ചോദിക്കുമ്പോൾ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രം പറയുന്നു. നെക്സ്റ്റ് അവർക്ക് വരുന്ന ഒരു സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത്, ഈ പടം 100 കോടി ക്ലബ്ബിൽ കയറുമോ? ഈ പടം 100 കോടി ക്ലബ്ബിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു സാധാ പ്രേക്ഷകൻ പോലും ഈ പറയുന്ന 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബിലേക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. ആസ് എൻ ഓഡിയൻ എന്താണ് നമുക്ക് 100 കോടി ക്ലബ്ബിൽ ഒരു സിനിമ കയറുന്നുണ്ട്, നമുക്ക് എന്താണ് ഗുണം? നമ്മുടെ ഇൻഡസ്ട്രി വളരുന്നുണ്ട്, ശരിയാണ്. നല്ല നല്ല സിനിമകൾ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എമൗണ്ട് റിട്ടേൺ കിട്ടും, അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ റിസ്ക് എടുക്കാം എന്നൊരു തോന്നൽ ഒരു പ്രൊഡ്യൂസറിന് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ഓഡിയൻസിനെ സംബന്ധിച്ച് അത് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബിൽ ഒരു പടം കയറിയോണ്ടോ ഞാൻ കൊടുത്ത 150 രൂപയും അതിനകത്തുണ്ടെന്ന് പറയുന്നതിനുപരി, അതല്ലാതെ ഓഡിയൻസിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ പടം 100 കോടി ക്ലബ്ബിൽ കയറുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ നല്ല നല്ല സിനിമകൾ വരുന്നതല്ലാതെ വേറൊരു കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾക്ക് അത് അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പടം നമ്മളായിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയനിൽ സംസാരിക്കേണ്ട രീതിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ പോലും ഒരു സാധാ പ്രേക്ഷകൻ വരെ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഈ 100 കോടി ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി വളരുന്നതോടൊപ്പം സിനിമകൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റാണ്, നല്ല നല്ല ടീമുകൾ വരുന്നു. പക്ഷേ നമുക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നൊരു റീവാച്ച് എന്ന് പറയും. നമ്മളൊരു സിനിമ കാണുന്നു, പിന്നീട് തിയേറ്ററിൽ നിന്ന് മാറി അത് OTTയിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ OTT വിടാം, പണ്ട് OTT ഇല്ലായിരുന്നു, നമുക്ക് തിയേറ്ററിൽ നിന്ന് മാറി അത് TV-യിലേക്ക് വരുമ്പോൾ അപ്പോഴും നമുക്കത് കാണാനുള്ളൊരു ഓക്കെ ഈ പടം ഒന്ന് കാണണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പ്രത്യേക സീനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫുൾ ടൈം അല്ലെങ്കിൽ അതിൻ്റെ കോമഡി സീനുകൾ റിപ്പീറ്റിൽ ഇരുന്ന് വാച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്ന പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നമുള്ള സീനുകളെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും പണ്ടത്തെ നമ്മൾ ഭയങ്കരമായിട്ട് നിഷ്കളങ്കമായുള്ള കോമഡികളൊക്കെ ഉള്ള സിനിമകൾ, പഴയ സിനിമകൾ. പക്ഷേ ഇന്ന് ഈ പറയുന്ന 100 കോടി ക്ലബ്ബിലൊരു സിനിമ കയറി, പക്ഷേ അതുകൊണ്ട് നമുക്ക് രണ്ടാമത് വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് മാറി OTT വരുമ്പോൾ ചില സീനുകളൊക്കെ എടുത്തിരുന്ന് കാണുന്നതല്ലാതെ ആ പടം ഒന്നുകൂടെ മുഴുവനായിട്ടിരുന്ന് സിനിമകളേ ഇല്ല എന്നല്ല, ചില സിനിമകൾ മോസ്റ്റ്ലി അങ്ങനെ വിജയിക്കുന്ന എല്ലാ സിനിമകളും പണ്ടെന്ന് വെച്ചാൽ എല്ലാ സിനിമകളും നമുക്ക് പിന്നീട് കണ്ടാലും നമുക്കൊരു രസമുള്ള സിനിമകളായിരുന്നു.
ഇപ്പോൾ ഈ പറയുന്ന പഴയ സിനിമകളായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ആ ഒരു സാധനം മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഈ പറയുന്ന 100 കോടി ക്ലബ്ബിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ അങ്ങനെയാണ്. എസ്പെഷ്യലി ഇത് പറയാനുണ്ടായ സാഹചര്യം തന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ട ചില പോസ്റ്റുകളാണ്. ചില കമ്പാരിസണൊക്കെ വരുന്നു. ഈ സിനിമ ഈ നടന് 100 കോടി ക്ലബ്ബില്ല, അല്ലെങ്കിൽ ഈ നടന് 50 കോടി ക്ലബ്ബില്ല, അല്ലെങ്കിൽ കളക്ഷൻ വളരെ കുറവാണ്. ഇന്നലെ വന്ന പിള്ളേർ ഒരുപാട് കളക്ഷൻ ഇടുന്നു. പക്ഷേ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്നൊരു സിനിമ പണ്ട് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടൊരു സിനിമ, അതായത് തിയേറ്ററിക്കലി വലിയൊരു ഹിറ്റല്ല, എനിക്കറിയാവുന്ന പ്രകാരം അതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഒരു സിനിമ പക്ഷേ ഇന്ന് നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ അതിൻ്റെ റിലീസ് പോലും വലിയൊരു ആഘോഷമാക്കി മാറ്റിയൊരു ഇതാണ്. അതായത് ഒരു നല്ല സിനിമയെ തീരുമാനിക്കുന്ന ഈ പറയുന്ന 100 കോടി ക്ലബ്ബോ അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷനോ അല്ല. നല്ലൊരു സിനിമയാണെങ്കിൽ അത് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന എല്ലാ സിനിമകളും ഒരു 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ ഇതെന്താണ് എന്ന് തോന്നുന്നൊരു പ്രേക്ഷകർ വരും. ഇനി വരാൻ പോകുന്ന പ്രേക്ഷകർ കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള പ്രേക്ഷകർക്ക്, ഇപ്പം ഇന്നുള്ളവരിൽ നിന്ന് മാറി വരാൻ പോകുന്നവർക്ക് പോലും ഇപ്പോൾ ചില പഴയ സിനിമകൾ, ഇപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമ ഇന്ന് കണ്ടാൽ അതിനൊരു പ്രസക്തമായ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ സിറ്റുവേഷൻ ചിലപ്പം കണക്റ്റ് ആകത്തില്ല, എന്നാൽ പോലും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതിനൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന പല സിനിമകളിലും ഇന്നത്തെ ഈ ഒരു ട്രെൻഡ്, ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ഇന്നത്തെ ഒരു ട്രെൻഡിൽ മാത്രം നിൽക്കുകയും അതൊരു ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ടൈമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടർ കംപ്ലീറ്റ്ലി നമുക്ക് കണക്റ്റ് ആകാത്ത രീതിയിലുള്ള, ഇപ്പോൾ പഴയ സിനിമകളിൽ ചില ക്യാരക്ടേഴ്സൊക്കെ, ഇപ്പം വരവേൽപ്പ് എന്ന് പറയുന്നൊരു സിനിമ, അതിനകത്ത് വരുന്ന ആ ക്യാരക്ടർ അത് ഇന്നും നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും. വരവേൽപ്പിലുള്ള പോലത്തെ ഇത്രയും അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും അതിലെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമയുടെ പ്രസക്തി ഇന്നും ആ സിനിമ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടക്കുന്ന സംഭവമാണെന്ന് നമുക്ക് തോന്നും. അതുപോലെയുള്ള സിനിമകൾ നമുക്കിപ്പം മിസ്സാകുന്ന പോലെ തോന്നി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന 100 കോടി അല്ലെങ്കിൽ 200 കോടി ക്ലബിലേക്ക് വളരുന്നതിനോടൊപ്പം ഈ ഒരു രീതിയിൽ ഒരു കണ്ടൻറ് എന്നൊരു രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഹിന്ദി സിനിമ ആയിക്കോട്ടെ, ഒരു തെലുഗു സിനിമയൊക്കെ അവർ 100 കോടിക്ക് വരെ അവർ 1000 കോടി ക്ലബ്ബിൽ കയറി, നമ്മളിപ്പോഴും 100 കോടിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ, ഇപ്പോൾ രാജമൗലിയുടെ ഒരു സിനിമ വരുമ്പോൾ അത് മാക്സിമം ഇനി എങ്ങനെ വലുതാക്കാം, അവരുടെ നെക്സ്റ്റ് സിനിമ വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എങ്ങനെ വലുതാക്കാമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ബിസിനസ് അതുപോലെ വളരുകയാണ്. ഡെഫിനറ്റ്ലി ആ ഒരു സാധനമുണ്ട്. ഈ പറയുന്നൊരു 100 കോടി ക്ലബ്ബോ അല്ലെങ്കിൽ 200 കോടി ക്ലബ്ബിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആ ഒരു വലിയൊരു റിസ്ക് എടുക്കാനോ തയ്യാറാകില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കണ്ടൻറ് എന്നൊരു രീതിയിൽ നമ്മൾക്ക് ആ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാറിനുപരി ഒരു കണ്ടൻറ് ഒരു പ്രേക്ഷകൻ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റാർ എന്നൊരു രീതിയിൽ അവർ നോക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അത് നോക്കില്ല. അത് ഏത് സ്റ്റാറാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വാഴ 2 പോലൊരു സിനിമ 100 കോടി ക്ലബ്ബിൽ കയറില്ല. മറ്റൊരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പോലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അത് സംഭവിച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ്റിനെയാണ് വിശ്വസിക്കുന്നത്. ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ആ ഒരു സ്റ്റാർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ പോലും നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കണ്ടൻറ്റിലാണ്. ആ ഒരു കണ്ടൻറ്റ് നമ്മൾ തിയേറ്ററിൽ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന എന്താ പറയുക, ഒരു റിപ്പീറ്റ് വാല്യൂ, ഞാനീ പറയുന്നത് കൊണ്ട് ഈ പറയുന്ന 100 കോടി ക്ലബ്ബിൽ കയറി എല്ലാ സിനിമകളും മോശമാണ്, അല്ലെങ്കിൽ അതൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത സിനിമകളെന്നല്ല. എല്ലാ സിനിമകൾക്കും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഈ പറയുന്ന പോലെ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയാണ്. പക്ഷേ ഈവൻ ദോ അത് 100 കോടി ക്ലബ്ബിൽ കയറിയാൽ പോലും പിന്നീടുള്ള ഒരു റീവാച്ചോ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് കാണാൻ തോന്നാത്ത രീതിയിലേക്ക് സിനിമകൾ മാറുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ കൺസേൺ. ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തത്, ചില ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന, നമ്മളിപ്പോൾ 100 കോടി ക്ലബ്ബ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു നടൻ, അല്ലെങ്കിൽ 200 കോടി ക്ലബ്ബ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇനി ഇവരൊക്കെയാണ് നല്ല നടന്മാർ, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് നല്ല നല്ല സിനിമകൾ തരുന്നത്, ആ ഒരു രീതിയിലേക്ക് ലേബൽ ചെയ്യപ്പെടുന്നു. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രഭാസ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് ഒരു മിനിമം ബിസിനസ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരു 100 കോടി ക്ലബ്ബിലേക്ക് വരും. ഫസ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ സിനിമ ഇനി എത്ര മോശം സിനിമയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 10 സിനിമ പരാജയപ്പെട്ടതിന് ശേഷം വന്നാൽ പോലും ഫസ്റ്റ് ഡേ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മോസ്റ്റ്ലി ഇപ്പം ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ എല്ലാ സിനിമകളും 100 കോടി ക്ലബ്ബിൽ ഫസ്റ്റ് ഡേ തന്നെ വന്ന സിനിമകളാണ്. പക്ഷേ ആ സിനിമകളെല്ലാം നല്ലതാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത് കാണാൻ സാധ്യതയുള്ളത് ഈ 10 സിനിമ ഇറങ്ങിയാൽ അത് ചിലപ്പോൾ 2 സിനിമയാണ് നമുക്ക് രണ്ടാമത് കാണാൻ തോന്നുന്നത്. സോ ആ ബിസിനസ് എന്ന് പറയുന്നത് വലുതാവുന്നുണ്ട്. പക്ഷേ സിനിമ ഈ ബിസിനസ്സിലേക്ക് മാത്രം പോകുന്നുണ്ടോ? സ്പെഷ്യൽ മലയാളം സിനിമ, നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയണ്ട.
അവരവരുടേതായ രീതിയിലാണ് സിനിമകൾ ചെയ്യുന്നത്. പക്ഷേ എസ്പെഷ്യലി മലയാള സിനിമയിൽ ഈ പറയുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ബിസിനസ്സിലേക്ക് മാത്രം പോയിട്ട് നല്ല സിനിമകൾ മിസ്സാകുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ 100 കോടി എങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ 100 കോടി എങ്ങനെ അടിക്കാം, അതിലേക്ക് പതുക്കെ പതുക്കെ ഗ്രാജുവലി അങ്ങനെ മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സിനിമകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നല്ല സിനിമകളാണെങ്കിൽ വിജയിക്കണം, അല്ലെങ്കിൽ കോടികളുടെ അല്ലെങ്കിൽ 100 കോടി 200 കോടി ക്ലബ്ബിൽ എന്ന് പറയുന്നതിന് പകരം നല്ല സിനിമകൾ വരുന്നു, ആ സിനിമകളെല്ലാം വിജയിക്കണം. നല്ല കണ്ടൻറ്റ്, അത് കാലാകാലങ്ങളോളം ആ ഒരു കണ്ടൻറ്റ് എന്ന രീതിയിൽ അത് നിലനിൽക്കുകയും വേണം. അതാണ് മലയാള സിനിമ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ പോലും നമുക്ക് KGF പോലൊരു സിനിമ എടുക്കണം, അല്ലെങ്കിൽ ബാഹുബലി പോലൊരു സിനിമ എടുക്കണം എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം അവരുദ്ദേശിക്കുന്നത് ആസ് എൻ ഇൻഡസ്ട്രി എന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ബിസിനസ് വളരുക, അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഡസ്ട്രിയെ വളർത്തുക എന്നാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് ആസ് എൻ ഓഡിയൻസ് ഞാൻ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ബാഹുബലി പോലൊരു സിനിമ ആയിരിക്കത്തില്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന 150 രൂപയ്ക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സിനിമ, അതിൽ കൂടുതൽ ഞാനൊരു കാര്യം അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യില്ല. എനിക്ക് ബാഹുബലി പോലൊരു സിനിമ വേണ്ട, ഞാൻ ഓൾറെഡി ബാഹുബലി കണ്ടു. അല്ലെങ്കിൽ എനിക്ക് 100 കോടി ക്ലബ്ബിൽ കയറാൻ പോകുന്ന സിനിമയല്ല ഞാൻ കാണാൻ പോകുന്നത്. ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്ന 200 രൂപ കൊടുത്ത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ കളയുന്നിടത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി വന്നുകൊണ്ടാകാം, ഈവൻ കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവരാണെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈവൻ ഒരു റിവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ കൺസേൺ എന്ന് പറയുന്ന ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുമോ, ആ ഒരു അതിൽ നിന്ന് മാറി നല്ല നല്ല സിനിമകൾ ഇൻഡസ്ട്രിയിൽ വരട്ടെ. ഇതുപോലെ ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഈ പറയുന്ന പോലെ 100 കോടി 200 കോടിയൊക്കെ വരും. എന്നാൽ പോലും നമുക്ക് നല്ല നല്ല സിനിമകൾ കിട്ടുന്നതല്ലേ നല്ലത്. നിങ്ങൾ പറയൂ, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു 100 കോടി ക്ലബ്ബിലുള്ള ഒരു സിനിമയാണോ, അതോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു നല്ല സിനിമയാണോ? എന്താണെന്നുള്ള കാര്യം കമൻറ്റിൽ പറയാം.